നമസ്കാരം. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾ വൈകിയേക്കും. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് നാട്ടിലെത്തിക്കുന്നത് വൈകുന്നത്. നടപടികൾ തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കാനാണ് ശ്രമം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭജിക പോസ്റ്റ് ചെയ്ത കുറിപ്പും പ്രചരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റ് നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടവും മറ്റു നടപടികളും വൈകുമെന്നാണ് സൂചന. അടുത്ത 2 ദിവസങ്ങൾ വാരാന്ത്യ അവധി ആയതിനാൽ തിങ്കളാഴ്ചയാകും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുക. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ശ്രമിക്കുന്നത്. അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന് വിഭജികയുടെ ഭർത്താവ് നിതീഷ് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. കേസ് നിലനിൽക്കുന്നതിനാൽ നാട്ടിലേക്ക് പോകാനാകില്ലെന്നും കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നുമാണ് നിതീഷിന്റെ വാദം. അതേസമയം ഇക്കാര്യത്തിൽ വിഭജികയുടെ വീട്ടുകാർ എതിർപ്പുയർത്തുന്നുണ്ട്. താൻ നേരിട്ട പീഡനങ്ങളും അപമാനവും വിവരിച്ച് ഗുരുതരമായ ആരോപണങ്ങളുമായി വിഭജിക എഴുതിയ കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഫേസ്ബുക്കിൽ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്തതാണ് ഇതെന്നാണ് വിവരം. കുടുംബത്തിന്റെ അഭിഭാഷകൻ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. മടുത്തു എന്നെഴുതിയാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം വിഭജിക വിവാഹബന്ധം വേർപെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന് ബന്ധു വെളിപ്പെടുത്തി. നിതീഷുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമസഹായം തേടണമെന്ന് വിഭജിക ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ബന്ധു സന്ധ്യ ഒരു ചാനലിനോട് പറഞ്ഞു. വിഭജിക ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. ഭർത്താവുമായുള്ള പ്രശ്നത്തിൽ വിഭജിക മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു. അമ്മയും ഭർത്താവ് ചീത്ത പറയാറുണ്ടെന്ന് വിഭജിക പറഞ്ഞു. നിതീഷുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമസഹായം തേടണമെന്ന് പറഞ്ഞു. വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും കുറിപ്പിലുണ്ട്. മരിക്കാൻ ഒരാഗ്രഹവുമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വിഭജികയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും യുവതി പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പട്ടിയെ പോലെ തല്ലിയിട്ടുണ്ടെന്നും ആഹാരം തന്നില്ലെന്നും വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. ശാരീരികമായി ഉപദ്രവിച്ചിട്ട് അപകടം പറ്റിയതാണെന്ന് പറയും. 7 മാസം ഗർഭിണിയായിരിക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കല്യാണം ആഡംബരമായി നടത്തിയില്ല. സ്ത്രീധനം കുറഞ്ഞുപോയി, കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു. കുഞ്ഞിന് വേണ്ടിയെല്ലാം ക്ഷമിച്ചു. ഭർത്താവ് നിതീഷിന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് അറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല. ഒരുപാട് കാശുള്ളവരാണ്, എന്നിട്ടും തന്റെ സാലറിക്ക് വേണ്ടി ദ്രോഹിച്ചു കൊണ്ടിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം. ഈ ലോകം പണമുള്ളവരുടെ കൂടെയാണ്. ഉപദ്രവിച്ചതിനു ശേഷം കുഞ്ഞിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. എന്റെ കുഞ്ഞിന്റെ സ്വർണം കൈക്കലാക്കിയെന്നും ആരോപണമാണ്. പണം കൈക്കലാക്കാൻ സാധിച്ചില്ല. അതിന് എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പണമില്ലാത്ത പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതാണ് ഇന്നും നല്ലത്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. എന്റെ കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും വിഭജികയുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. ഭർത്താവ് നിതീഷ് മോഹനും സഹോദരി നീതുവുമാണ് 1ാം പ്രതികളെന്നും 2ാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനാണെന്നും ഒരിക്കലും ഈ കൊലയാളികളെ വെറുതെ വിടരുതെന്നും ആത്മഹത്യക്കുറിപ്പിലുണ്ട്. ഭർത്താവിന്റെ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വയ്യ. എൻ്റെ കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് പോലും അയാൾ അവിടെ ഇല്ല. അവരെ വെറുതെ വിടരുത്. അവർക്ക് ഞാൻ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കണമെന്നും വിഭജിക എഴുതിയ കത്തിൽ പറയുന്നുണ്ട്.